കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉടമ സി.ജെ. റോയ് ഇന്നലെ ആത്മഹത്യ ചെയ്ത ഒരു കേസ് നമ്മളൊക്കെ ഇന്നലെ അറിഞ്ഞായിരുന്നു. ഭയങ്കര ഒരു ഞെട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബിസിനസ് ആയിരുന്നു പുള്ളി. അതിനുപരി നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രൈസ് മണി കൊടുക്കുന്ന പുള്ളിയാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു പേരിൽ പുള്ളിയാണ് ആ പൈസ കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് പുള്ളിനെ ഏറ്റവും നന്നായിട്ട് എനിക്കറിയാവുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനിയോഗവും കാര്യങ്ങളൊക്കെ ഒരുപാട് ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ബുദ്ധിമോശമാണ് പുള്ളി കാണിച്ചത് എന്ന് വേണം പറയേണ്ട. 900 കോടിയുടെയൊക്കെ ആസ്തി, 900 കോടിയുടെ ആസ്തിയൊക്കെ ഉള്ള ഈ പുള്ളി ഒരിക്കലും ഇത്തരം പ്രവർത്തികൾ കാണിക്കരുത്. എന്ത് വന്നാലും നമ്മൾ നേരിടാൻ ഒരു മനസ്സ് കാണിക്കണം. പിന്നെ മനുഷ്യൻ്റെ മനസ്സാണ് ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് അത്രയേറെ ആഴത്തിലുള്ള ഒരു തീരുമാനമാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെയേറെ ദുഃഖപരമായിട്ടാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മളിവിടെ ചർച്ചയാക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം നിൽക്കുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മൾ ഇതും കൂടെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ബിഗ് ബോസിൻ്റെ വിന്നറിൻ്റെ പ്രൈസ് മണി ഇദ്ദേഹമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു പുതിയ ഒരു സ്പോൺസറെ ഒപ്പിക്കാനും അല്ലെങ്കിൽ ഒരു കമ്പനീനെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയൊക്കെ അവർക്ക് കണ്ടെത്താനായിട്ട് ഇനി ഒരുപാട് ടൈം എടുക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിനിയോഗം കൂടെ ഈ ഒരു ഷോയ്ക്കും കൂടെ ബാധകമായിട്ട് വരും. അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറച്ചും കൂടി നീണ്ടു പോകാനുള്ള ഒരു ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഈ സംഭവങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ റെഗുലർ ടൈമായ മാർച്ച് മാസമോ ഏപ്രിലൊക്കെയോ സ്റ്റാർട്ടപ്പ് ചെയ്യുമായിരുന്നു. ഇനി എന്തായിരുന്നാലും ഒരു ലോങ് ഡേയ്സും കൂടെ എടുക്കും മറ്റൊരു സ്പോൺസറെ കണ്ടെത്താനും. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു ടീം ഏഷ്യനെറ്റ് എൻ്റെ മോൾ ഷൈനൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ഉള്ള എൻ്റെ ഒരു MD ആയ നമ്മുടെ സാറ് പോകാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിനിയോഗത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 നീണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രേ പറയാനുള്ളൂ.